അവൾക്കൊരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്തിരിക്കുക കേട്ടോ. അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ഇത്. ഇതാണ് അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി. ഇത് കൂട്ടുകാരുടെ ഹസ്ബൻഡ് സലാഹുദ്ദീൻ, അത് റഫ്ന. അവള് ത്രില്ലടിച്ചിരിക്കുക. ഇതേ കേക്കൊക്കെ മേടിച്ച് പൊട്ടിക്കാനുള്ള ശ്രമത്തിലാണ് അവർ. ഇത് രാവിലെ ഒരു സർപ്രൈസ് കൊടുത്തിരുന്നു, സ്കൂട്ടറിൻ്റെ. ഇതെന്ന് പറയുന്നത് ഇത് കൂട്ടുകാരിയുടെ വക വേറൊരു സർപ്രൈസ്. ഇന്നും മൊത്തം സർപ്രൈസിൻ്റെ ദിവസങ്ങളാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അതായത് നമ്മുടെ റഫ്ന വാങ്ങിച്ചു തന്ന കേക്കാണ്, മനസ്സിലായ? അവർക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തതാണ് ഈ കേക്ക് എന്ന് പറയുന്നത്. അതായത് ഇവർ ഒരു ഉമ്മാക്ക് പിറന്നതല്ലാന്നേ ഉള്ളൂ, പക്ഷേ കൂടപ്പിറപ്പിനെ പോലെയാണ് സത്യം പറഞ്ഞാൽ. ചിന്നു ഇതേ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് ചിന്നു. ഓക്കെ, അതെ, ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത് രണ്ടുപേരും. കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ് ഇനി അടുത്ത വേറെ കുറച്ച് പരിപാടിയിലേക്ക് പോകണം. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ സർപ്രൈസ് കൊടുക്കാനായിട്ട് അവർ തിരഞ്ഞെടുത്തിരുന്ന ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാക്ക് കിങ്സ് എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പിലാണ് അവർ തിരഞ്ഞെടുത്തിരുന്നത്. അവിടുത്തെ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്, നിങ്ങളൊന്ന് വന്ന് കഴിച്ചു നോക്കണം. ഓക്കെ, അപ്പോൾ അതായത് അവർ നമ്മളെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ജ്യൂസ് ഷോപ്പിൽ നിന്ന് നേരെ ഇവിടെ വന്നു. ഇവിടെ അവർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കോട്ട നമ്മുടെ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഭയങ്കര സ്നേഹമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടില്ല. സൗഹൃദങ്ങൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഒരു നിഴല് പോലെ, അതായത് കല്യാണത്തിന് മുമ്പ് തന്നെ അവർ ഒരുമിച്ച് പഠിച്ച് കല്യാണം കഴിഞ്ഞിട്ടും ആ ഒരു സൗഹൃദം അതേപോലെ തന്നെ അവർ കൊണ്ടുപോകുന്നുണ്ട്. മനസ്സിലായി? കാര്യം അതേപോലെ അവർ കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ സൗഹൃദത്തിന് ഇത്രയും പ്രാധാന്യം നൽകുന്നവരാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയാണ് ഏറ്റവും 10 വർഷമായിട്ടുണ്ട്. അത് ഇത്രയും നാളെ 10 വർഷം ഞാൻ പോയി, ഇനി അങ്ങോളം അങ്ങനെ തന്നെ പോട്ടെ. അത് തന്നെ ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും അതേപോലെ ഉണ്ടാകും എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നും ഇതേപോലെ തന്നെ ഈ സൗഹൃദം നിലനിൽക്കട്ടെ. അതാണ്. അപ്പം അങ്ങനെ നമ്മളെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇതേ അവർ പോവുകയാണ്. ഓക്കെ, ദേ ഓക്കെ ഓക്കെടാ. അങ്ങനെ അടുത്ത സർപ്രൈസ് കിട്ടിയിരിക്കുകയാണ് ചിന്നുവിന്. അടുത്ത സർപ്രൈസ് അപ്പൊ നമ്മുടെ കേക്ക് മുറി തുടങ്ങാൻ പോവാണ്. പൊളി പൊളി പണി പിന്നെ ഇപ്പൊ ഒരു വാങ്ങിയിട്ടുണ്ട്. ഞാൻ അവരൊക്കെ പരിചയപ്പെടുത്തി ഈ കോലത്തിലാക്കിയിട്ടുണ്ട്.
ഇത് ചിന്നുന്റെ വാപ്പിയാണ്. ഇത് ഹുസ്ന, ഇത് മൂസിന. അടുത്ത ഗിഫ്റ്റ്, അടുത്ത മൂസിനാണ് ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. ഈ ഒരു സർപ്രൈസിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ കാണാം. ബൈ.